പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. അമേരിക്കയിലെ ടെക്സാസിൽ ഒരു മിഷണറി വൈദികൻ ദരിദ്രരെയും പീഡിതരെയും സമുദ്ധരിക്കുന്നതിനു വേണ്ടി സമർപ്പണ ബുദ്ധിയ പ്രവർത്തന നിരതനാകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദൗത്യമായിട്ട് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. തൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ തനിക്ക് സാമ്പത്തിക ക്ലേശം അനുഭവപ്പെട്ടപ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുഗമമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കാതെ വന്നു. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയായിരുന്നു, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ കൂടുതൽ സമ്പന്നനാകുവാനായിട്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ തൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ, ടെക്സാസിലെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ സമൃദ്ധിയായി എണ്ണ കണ്ടെത്തുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കുവാനായിട്ട് ഒരു മുഖാന്തരമായി. അദ്ദേഹം ഒരു കോടീശ്വരനായിട്ട് മാറുകയായിരുന്നു. അദ്ദേഹം ഒരു കോടീശ്വരനായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരവും ആ തരത്തിലേക്ക് ഉയർത്തുവാനായിട്ട് അദ്ദേഹം ഉത്സാഹിക്കുകയാണ്. നല്ല കൊട്ടാരം സമാനമായ വീട്, അതുപോലെ ഏറ്റവും മുന്തിയ കാറ്, മക്കൾക്ക് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിയുകയാണ്. സംഭവിച്ചതെന്താ? അദ്ദേഹം തിരഞ്ഞെടുത്ത ആ മിഷണറി പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹം കുറഞ്ഞു വരുന്നു. ഇത് മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് തൻ്റെ പണമാണ് ഈ അവസ്ഥയിൽ തന്നെ എത്തിച്ചത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. പ്രിയമുള്ളവരെയും, നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള അവസ്ഥകളിലായിരിക്കും. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ മനക്കോട്ട കെട്ടിയേക്കാം. എന്നാൽ സമ്പത്ത് ഉണ്ടാകുന്നവർക്ക് അത് വർദ്ധിപ്പിക്കുവാനുള്ളതായ വ്യഗ്രതയാണ് സാധാരണ കണ്ടുവരുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ളതായ വ്യഗ്രതയിൽ മറ്റുള്ളവരുടെ ദാരിദ്ര്യം നമുക്ക് കാണാൻ പറ്റാതെ വരും എന്നുള്ളതൊരു വാസ്തവമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട് 1 തീമോത്തിയോസ് 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ, സമ്പത്ത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ 10 കൽപ്പനകളെ ഒന്ന് പരിശോധിക്കുവാനായിട്ടിടയായി. ദൈവം മോശ മുഖാന്തരം നമുക്ക് നൽകിയതായ ഈ 10 കൽപ്പനകളെയും ഈ സമ്പത്ത് എന്ന ഒറ്റ താല്പര്യത്തിൽ നമുക്ക് നിഷേധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ലംഘിക്കുവാനായിട്ട് സാധിക്കും.
വേറെ ഒരു തിന്മയും എല്ലാ കൽപ്പനകളെയും ലംഘിക്കുവാനായിട്ട് നമ്മളെ ഇടയാക്കാറില്ല. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ദ്രവ്യാഗ്രഹം സകല തിന്മകളുടെയും അടിസ്ഥാനമാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. 10 കൽപ്പനകളിലെ ഓരോന്നോരോന്നായിട്ട് വിലയിരുത്തുമ്പോൾ ഈ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദ്രവ്യാഗ്രഹം മൂലം അതിനെ ലംഘിക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. കർത്താവ് പറയുന്നുണ്ട് ലൂക്കോസ് സുവിശേഷം 16 അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, അനീതിയുടെ മാമോനെ കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളുവിനെന്ന്. ഈ വചനം പഠിക്കുമ്പോൾ പൊതുവെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, നമ്മളെ അങ്ങനെ ആരുടെയും അപഹരിച്ചൊന്നും നമ്മൾ സമ്പത്ത് ആർജിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്യായമായിട്ടൊന്നും നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയാണ് പൊതുവെ നമ്മളെ ഭരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അനീതിയുടെ മാമോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാമോൻ ധനത്തിൻ്റെ ദേവതയാണ്. ദേവത എന്ന് പറയുന്നത് ആരാധനാമൂർത്തിയാണ്. അപ്പോൾ ധനത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട്, ദേവതയായിട്ട് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അത് നമ്മെ തടസ്സപ്പെടുന്നു. കർത്താവ് വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്, 2 യജമാനന്മാരെ ആർക്കും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ 2 യജമാനന്മാരെന്ന് പറയുന്നത്, 1 ദൈവം, 2 ദ്രവ്യം. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ദ്രവ്യത്തെ ആരാധനാമൂർത്തിയായിട്ട് കണ്ടെത്തുന്നവൻ ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവന് ജീവിതത്തിൽ ദ്രവ്യം എന്ന് പറയുന്നത് ഒരു വിഷയമായിരിക്കില്ല. ഇനി അനീതിയുടെ മാമോനെ കൊണ്ട് സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞാൽ, ന്യായമായ ധനം അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ധനം വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാത്തിനും പണം ആവശ്യമാണ്. ന്യായമായ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ന്യായമായ ധനം വിനിയോഗം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ന്യായമായ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതായ ധനം എന്ന് പറയുന്നത് അത് ന്യായമായ സമ്പത്ത് തന്നെയാണ്. എന്നാൽ അന്യായമായ ധനം എന്ന് പറയുന്ന ന്യായമായ ആവശ്യങ്ങളെ അധികരിച്ച് നമുക്ക് ലഭിക്കുന്നതായ ധനമാണ് അന്യായമായ അല്ലെങ്കിൽ അനീതിയുടെ മാമോൻ എന്ന് പറയുന്നത്. അതാ ഈ അന്യായമായ ധനം സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പങ്കുവയ്ക്കുവാനുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ധനസമ്പാദനത്തിനുള്ള സിദ്ധി ഉണ്ടാകണമെന്നില്ല. നമ്മളതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. പലർക്കും പലതരത്തിലുള്ളതായ കഴിവുകളാണ് ദൈവം കൊടുക്കുന്നത്. പണവ്യയം ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമെന്നില്ല. എനിക്കറിയാം, ഒരു സാധു കുടുംബത്തിന് 10-30 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. 10 ലക്ഷം രൂപ ലോട്ടറി കിട്ടാനായിട്ടിടയായി. അന്ന് 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ന് 10 കോടി രൂപയുടെ മൂല്യമുണ്ട്. ഈ ലോട്ടറി കിട്ടിയെങ്കിലും 1 വർഷത്തിനുള്ളിൽ അതവർ നശിപ്പിച്ച് വീണ്ടും ആ പഴയ ജോലിയിൽ അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ
പക്കൽ കൈനീട്ടി അവരോട് വാങ്ങി ഉപജീവനം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. ഞാനവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല. അവർക്ക് പണം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സിദ്ധി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ദൈവം കൊടുത്തിട്ടുമില്ല. എന്നാൽ അങ്ങനെയുള്ളവരെ സഹായിക്കുവാനായിട്ട് കരുതുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ന്യായമല്ലാത്ത ധനം അശരണരായവർക്ക്, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണമെന്ന് കർത്താവ് പറയുന്നു. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അത് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകുമെന്നാണ്. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുവാനായിട്ട് എത്ര പേര് ജാഗ്രത കാണിക്കുന്നുണ്ട്? അതായത് സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ബാങ്ക് ബാലൻസ് ഒന്നുമല്ല. ദൈവസന്നിധിയിൽ നമുക്കുള്ളതായ സ്ഥാനമാണത്. ദൈവത്തോട് അടുത്ത് നിൽക്കുവാനായിട്ട് ദൈവം തരുന്നതായ ഒരു അവസരമാണ് ഈ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ നിത്യജീവൻ. കർത്താവ് പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിലെ അതിൻ്റെ 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് ഈ സമൃദ്ധിയായ ജീവനാണ്. ആ നിക്ഷേപം വർദ്ധിപ്പിക്കുവാനുള്ളതായ നമ്മുടെ വ്യഗ്രത നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. പ്രിയമുള്ളവരെയും, അമേരിക്കയിലെ വാഷിങ്ടൺ DC ആർട്ട് ഗാലറിയിൽ ഒരു പ്രസിദ്ധമായ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ട് വായിക്കാനായിട്ടിടയായി. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരു മാലാഖ വന്ന് യേശുവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. മറുവശത്ത് പിശാച് നോട്ടുകെട്ടുകളുടെ കൂമ്പാരവുമായിട്ട് നിൽക്കുന്നു. വാസ്തവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ മനുഷ്യൻ ഈ യേശുവിൻ്റെ ചിത്രത്തിനായിരിക്കുമോ ഈ നോട്ടുകളുടെ കൂമ്പാരത്തിനായിരിക്കുമോ വില കൊടുക്കുക? ഒരുപക്ഷെ നമുക്ക് പറഞ്ഞേക്കാം, മരിക്കാൻ പോവല്ലേ, ഇനിയിപ്പം നോട്ടൊന്നും ആവശ്യമില്ല, ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും സമ്പത്ത് ആർജിക്കുവാനുള്ളതായ നമ്മുടെ ത്വര ഇന്ന് ആധുനിക സമൂഹത്തിൻ്റെ ഒരു ശാപമാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തായിരുന്നു യൂദായുടെ പതനം? സമ്പത്തിനോടുള്ളതായ അദ്ദേഹത്തിൻ്റെ ആർത്തിയായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ലഭിക്കുന്നതായ ആ വെള്ളിക്കാശ്, അതിനോടുള്ളതായ വ്യാമോഹമാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തൊക്കവണ്ണം യൂദായെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ആത്യന്തിക ഫലം എന്താണ്? യേശുവിനെ താൻ ഒറ്റിക്കൊടുത്തത് മൂലം അവൻ കുരിശുമരണത്തിന് വിധേയനാകേണ്ടതായിട്ട് വന്നു. യൂദ അതിൽ നിരാശ പൂണ്ട് കെട്ടിഞ്ഞാണ് ചാവുകയാണ്. പ്രിയമുള്ളവരെ, യൂദായ്ക്ക് അവസരമുണ്ടായിരുന്നു പശ്ചാത്തപിക്കുവാനായിട്ട്. എത്ര വലിയ പാപമായിരുന്നാൽ പോലും പശ്ചാത്താപത്തിലൂടെ അതിന് പരിഹാരമുണ്ട്. ഈ അടുത്ത നാളുകളിൽ എൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നു വരാനായിട്ടിടയായി.
വിശുദ്ധ കുർബാനയിലെ സ്ഥാപകവചനം ഉച്ചരിക്കുന്ന സമയത്ത് ഞാൻ കാനസ്തയുടെ തക്സായാണെന്ന് ഉപയോഗിച്ചത്. ആ തക്സായിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. വീണ്ടും കാസായിലെ വീഞ്ഞ് വാഴ്ത്തി ശുദ്ധീകരിച്ച് സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിച്ചുകൊള്ളുവിൻ എന്ന് തൻ്റെ ശിഷ്യന്മാരെ താൻ പരമേൽപ്പിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഈ സ്ലീഹന്മാരാണോ ശിഷ്യന്മാരാണോ വലുത്? തീർച്ചയായിട്ടും ശിഷ്യന്മാരിൽ നിന്നാണ് സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് അവർക്കൊരു പ്രത്യേക പദവിയാണ്. എന്നാൽ എന്നെ ബോധ്യപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്കാണ് താൻ തിരുശരീര രക്തങ്ങൾ പങ്കുവച്ചത്. ശിഷ്യരാകുക എന്നുള്ളത് വലിയ പദവിയാണ്. സ്ലീഹ ആയി എന്നുള്ളത് കൊണ്ട് ശിഷ്യരാകണമെന്നില്ല. അതായത് യേശുവിൻ്റെ കൈകളിൽ നിന്ന് തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചവനാണ് യൂദായും. അദ്ദേഹം സ്ലീഹ ആയിരുന്നു. എന്നാൽ യൂദ ശിഷ്യനായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് തനിക്ക് അപകടം പറ്റിയത്. മറിച്ച് അപ്പോസ്തലന്മാരിൽ പ്രഥമഗണനീയനായ പത്രോസ് തത്തുല്യമായ യൂദായെ പോലെ തത്തുല്യമായൊരു തെറ്റ് ചെയ്തവനാണ്. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ നാളുകളിൽ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് യേശുവിനെ തള്ളി പറഞ്ഞവനാ. എന്നാൽ പത്രോസ് പശ്ചാത്തപിച്ച് തൻ്റെ തെറ്റ് ഏറ്റുപറയാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ പഴയ അവസ്ഥയിൽ തുടരുവാനായിട്ട് അവന് സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശിഷ്യത്വത്തിൻ്റെ വിളി എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാത അല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി ഗൗരവമായിട്ട് സ്വീകരിക്കുന്നവരാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അതേപടി പാലിക്കുവാൻ കോണം തയ്യാറായവരെ കുറിച്ചാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഇന്നതൊരു പുതിയ ഏർപ്പാടായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഈ ശിഷ്യത്വത്തിൻ്റെ വിളിയെക്കുറിച്ചും ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുമൊക്കെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമ്പോൾ ഇതൊരു പുതിയ ഏർപ്പാടായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ കർത്താവ് കുർബാന സ്ഥാപിച്ചത് അതൊരു പുതിയ ഏർപ്പാടല്ലല്ലോ. തൻ്റെ ശിഷ്യന്മാർക്കാണ് തൻ ശരീരരക്തങ്ങൾ വിഭാഗിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ശിഷ്യന്മാരെയാണ് താൻ വരുന്നതുവരെ തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് അനുഷ്ഠിക്കുവാനായിട്ട് പരമേൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ശിഷ്യത്വത്തിൻ്റെ വിളി ഗൗരവമായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പരീശ പ്രമാണിയെക്കുറിച്ച് നമുക്കറിയാം. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് നിത്യജീവൻ ഭാവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നത്. അവൻ്റെ ചോദ്യമൊക്കെ നല്ലത് തന്നെയാണ്. നിത്യജീവനെ കുറിച്ചുള്ള അവൻ്റെ അന്വേഷണം, അതവൻ ആത്മാർത്ഥമായൊരു ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിക്കുന്നവനാണ്. പരീശ പ്രമാണി എന്ന് പറഞ്ഞാൽ അവനത് പാലിക്കുവാൻ ബാധ്യസ്ഥനാണെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യേണ്ടവനുമാണ് പരീശൻ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അക്ഷരം പ്രതി പാലിക്കുന്നവനാണെന്നവൻ വീരവാദം മുഴക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. സംഭവിച്ചെന്താ നമുക്കെല്ലാം അറിയാം. അവൻ ദുഃഖിച്ച് തല താഴ്ത്തി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ഈ സമാന അവസ്ഥയിലല്ലേ നമ്മൾ ഓരോരുത്തരും?
കൽപ്പനകൾ പാലിക്കുവാനായിട്ട് നമുക്കെല്ലാം താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നാം ശ്രമിക്കുന്നവരുമാണ്. അതിനെ ഗൗരവമായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട്. എന്നാൽ കർത്താവ് ശോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്. സമ്പത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്നുള്ളത് തമ്പുരാൻ പരിശോധിക്കുന്നത് വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ നാം അതിന് തയ്യാറാകുമോ എന്നുള്ളതിലൂടെയാണ്. സഖായി ചുങ്കക്കാരനായിരുന്നു, ചുങ്കം പിരിച്ചുകൊണ്ട് നടക്കുന്നവനായിരുന്നു. അവൻ അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത്തി എന്ന് പറയുന്ന ഇലത്തഴപ്പുള്ള ഒരു വൃക്ഷമാണ്. അവന് യേശുവിനെ കാണണം, യേശു അവനെ കാണരുത്. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. കാരണം അവൻ മഹാഭാവിയാണെന്ന് അവന് തന്നെ അറിയാം. ആ കുറ്റബോധത്തിൽ അവൻ കഴിയുന്നത്. എന്നാൽ ഏത് ഇലത്തഴപ്പിൻ്റെ ഉള്ളിലായിരുന്നാലും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവനെ യേശു കാണും എന്നുള്ളത് ഒരു വാസ്തവമാണ്. എത്ര സമ്പത്തുണ്ടായാലും ഈ ഇലക്കൊഴുപ്പെന്ന് പറയുന്നത് അതാ. ഭൗതികമായ അനുഗ്രഹങ്ങൾ എന്തുമാത്രം ഉണ്ടായാലും യേശുവിനെ കാണുവാനായിട്ടൊരാഗ്രഹം നാം പ്രകടിപ്പിച്ചാൽ യേശു നമ്മെ കാണുവാനായിട്ട് തയ്യാറാകും. അവൻ അത്തിവൃക്ഷത്തിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് യേശു വിളിച്ചപ്പോൾ. സക്കായി ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് എന്താ ചെയ്തത്? അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവ് പറയുന്നില്ല. അതിനു മുമ്പ് അവനുള്ള സമ്പത്തുക്കളൊക്കെ അവൻ പിടിച്ചു പറിച്ചതിൻ്റെ 5 ഇരട്ടിയായിട്ട് അവൻ തിരികെ കൊടുക്കുകയാണ്. ഓക്കെ, യേശുവിനെ ജീവിതത്തിൽ കർത്താവും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണിത്. അവൻ അതുവരെ സമ്പത്തിനെ ആരാധിച്ചിരുന്നവനാണ് സക്കായി. ഇപ്പോൾ യേശു ആ ആരാധനാമൂർത്തിയായിട്ട്, ദൈവത്തെ ആരാധനാമൂർത്തിയായിട്ട് അവൻ കണ്ടെത്തിയപ്പോൾ ഈ സമ്പത്തിനെ വലിച്ചെറിയുവാനായിട്ട് അവന് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയുടെ ആദ്യ പടി എന്ന് പറയുന്നത്. ജീവിതത്തിൽ യേശുവിന് മുഖ്യസ്ഥാനം കൊടുക്കുവാനും അവൻ പറയുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും സാധിക്കുക. യേശുവിൻ്റെ കൽപ്പനകളെ കണ്ടെത്തി. തിരുവചനത്തിൽ യേശു നമ്മോട് എന്തുമാത്രം കൽപ്പനകൾ അരുളി ചെയ്യുന്നുണ്ട്. ഈ കൽപ്പനകളെ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും സഹായകമാകുന്നത് യേശു നമ്മോട് അരുളി ചെയ്തതായ ആ കൽപ്പനകൾ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി തയ്യാറാക്കി ഓരോ ദിവസവും നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് സാധിക്കണം. ആ ഒരു ദൈവാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ ഞങ്ങളോട് വാസ്തവമായും വ്യക്തിപരമായും ഇടപെട്ടുവല്ലോ. നീ ഞങ്ങൾക്കിന്ന് പറഞ്ഞു തന്നതായ ബോധ്യങ്ങൾക്കനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തൊക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയാകരുതേ. ദ്രവ്യത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ദ്രവ്യാഗ്രഹത്തെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്നെ സ്നേഹിക്കുവാൻ തൊക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ സമൂഹ ജീവികളെയും സ്നേഹിക്കുവാൻ തക്കോണവും നീ ഞങ്ങൾക്ക് വരം തരണമേ. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ ആമീൻ.